8GB പ്ലസ് 128GB വേരിയന്റിന് 31,999 രൂപ മുതൽ ഇന്ത്യയിൽ റിയൽമി 16 5G പുറത്തിറങ്ങി. 50MP പിൻ ക്യാമറയും ബിൽറ്റ് ഇൻ സെൽഫി മിററും 50MP മുൻ ക്യാമറയും ഫോണിലുണ്ട്. IP66, IP68, IP69 റേറ്റിംഗുകളുള്ള ഈ ഉപകരണത്തിന് 8.1 മില്ലിമീറ്റർ സ്ലിം ബിൽഡ് ഉണ്ട്. വില വർധനവ് ഇപ്പോൾ സ്മാർട്ട്ഫോൺ വ്യവസായത്തിൽ ഒരു ചർച്ചാ വിഷയമല്ല. അവ പുതിയ സാധാരണ കാര്യങ്ങൾ മാത്രമാണ്. 2026-ൽ നിങ്ങൾക്ക് അതേ വിലയ്ക്ക് കുറച്ച് മാത്രമേ ലഭിക്കൂ. ബ്രാൻഡുകളും വാങ്ങുന്നവരും ഇത് മനസ്സിലാക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യമാണിത്. റിയൽമി 16 5G അതിന്റെ കാലഘട്ടത്തിലെ ഒരു ഉൽപ്പന്നമാണ്. എല്ലാ മേഖലകളിലും അതിന്റെ മുൻഗാമിയെ മറികടക്കാൻ ഇത് ശ്രമിക്കുന്നില്ല, അതിന് ആവശ്യമില്ല. പകരം ഇത് ഒരു മെലിഞ്ഞ ഡിസൈൻ, ഒരു വലിയ 7000 mAh ബാറ്ററി, ഒരു പുതിയ സെൽഫി മിറർ എന്നിവ കൊണ്ടുവരുന്നു. അത് സ്വന്തം ഐഡന്റിറ്റി സൃഷ്ടിക്കുന്നു. റിയൽമി 16 5Gയുടെ 8GB പ്ലസ് 128GB വേരിയന്റിന് 31,999 രൂപയും 8GB പ്ലസ് 256GB വേരിയന്റിന് 33,999 രൂപയും മികച്ച 12GB പ്ലസ് 256GB മോഡലിന് 36,999 രൂപയുമാണ് വില. ഏപ്രിൽ 6-ന് ഫ്ലിപ്കാർട്ടിലൂടെയും റിയൽമി ഓൺലൈൻ സ്റ്റോറിലൂടെയും എയർ ബ്ലാക്ക്, എയർ വൈറ്റ് നിറങ്ങളിൽ ഇത് വിൽപ്പനയ്ക്കെത്തും. ഇപ്പോൾ പ്രീ ഓർഡറുകൾ ലഭ്യമാണ്. ഈ ഫോണിനെക്കുറിച്ച് നിങ്ങൾ അറിയേണ്ടതെല്ലാം ഇതാ. റിയൽമി 16 5Gയെക്കുറിച്ച് നമുക്കറിയാവുന്നത്. റിയൽമി 15-നെ അപേക്ഷിച്ച് സ്ട്രെയിറ്റ് സ്പെക്ക് അപ്ഗ്രേഡിനേക്കാൾ കൂടുതൽ പ്രായോഗികവും ബാറ്ററി ഫസ്റ്റ് അപ്ഡേറ്റുമായാണ് റിയൽമി 16 5Gയെ അവതരിപ്പിക്കുന്നത്. 15 മോഡലിന്റെ 6.8 ഇഞ്ച് 187 ഗ്രാം ബോഡിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 6.6 ഇഞ്ച് 183 ഗ്രാം എന്നിവയിൽ പുതിയ മോഡൽ ചെറുതും ഭാരം കുറഞ്ഞതുമാണ്. ഇത് ഒരു കൈകൊണ്ട് കൈകാര്യം ചെയ്യുന്നത് എളുപ്പമാക്കുകയും കൂടുതൽ സുഖകരമായി പോക്കറ്റുകളിൽ ഇടുകയും ചെയ്യും. ഇത്തവണ നിങ്ങൾക്ക് IP66, IP68, IP69, IP69K റേറ്റിംഗുകളും ഡ്യുവൽ സ്പീക്കറുകളും ലഭിക്കും. അതിനാൽ പുതിയ ഉപകരണത്തിൽ ഈട് വളരെ മികച്ചതാണ്. മറുവശത്ത് ചില പ്രധാന സവിശേഷതകൾ തിരികെ നൽകിയിട്ടുണ്ട്. റിയൽമി 15 80 വാട്ട് ചാർജിംഗ്, 6.8 ഇഞ്ച് 144 Hz അമോൾഡ്, 50MP OIS പ്രധാന ക്യാമറ, 8MP അൾട്രാവൈഡ് എന്നിവയുള്ള ഡൈമെൻസിറ്റി 7300 SoC പ്രവർത്തിപ്പിച്ചു. UFS 2.2 സ്റ്റോറേജ്, ചെറിയ 6.57 ഇഞ്ച് 120 Hz അമോൾഡ് പാനൽ, 60 വാട്ട് ചാർജിംഗ്. OS ഇല്ലാത്തതും അൾട്രാവൈഡ് ലെൻസില്ലാത്തതുമായ ലളിതമായ 50MP മെയിൻ പ്ലസ് 2MP സെക്കൻഡറി സജ്ജീകരണം എന്നിവയുള്ള ഡൈമെൻസിറ്റി 6400 ടർബോയിലേക്ക് റിയൽമി 16 5G മാറുന്നു. ബാറ്ററി ശേഷി 7000 mAh ആയി തുടരുന്നു. അതിനാൽ രണ്ടിലും എൻഡുറൻസ് ഇപ്പോഴും ഒരു പ്രധാന നേട്ടമായിരിക്കണം. പക്ഷേ 16-ൽ ചാർജിംഗ് സമയം മന്ദഗതിയിലാകും. ക്യാമറകൾ അല്പം സമ്മിശ്ര ഭാഗമാണ്. റിയൽമി 16 5G ഒരു സോണി IMX85 50MP മെയിൻ സെൻസറിലേക്ക് മാറുന്നു. ഇത് വിശദാംശങ്ങളും ഫോക്കസിംഗും സഹായിക്കും. കൂടാതെ 50MP ഫ്രണ്ട് ക്യാമറയും പിന്നിൽ പുതിയ സെൽഫി മിറർ കട്ട് ഔട്ടും നിലനിർത്തിക്കൊണ്ട് പ്രൈമറി സെൻസർ ഉപയോഗിച്ച് ഷോട്ടുകൾ ഫ്രെയിം ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്നു. എന്നിരുന്നാലും നിങ്ങൾക്ക് ഒപ്റ്റിക്കൽ സ്റ്റെബിലൈസേഷനും റിയൽമി 15 ഉണ്ടായിരുന്ന 8MP അൾട്രാവൈഡിന്റെ അധിക വൈവിധ്യവും നഷ്ടപ്പെടും. 15-ൽ അവതരിപ്പിച്ച ഡ്യുവൽ 4K സപ്പോർട്ട് റിയൽമിക്ക് പകരം 16-ൽ വീഡിയോ 1080p ആയി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. സോഫ്റ്റ്വെയർ വശത്ത് റിയൽമി 16 5G ആൻഡ്രോയിഡ് 16, റിയൽമി UI 7 എന്നിവ ഉപയോഗിച്ച് ലോഞ്ച് ചെയ്യുന്നു. അതിനാൽ ആൻഡ്രോയിഡ് 15-ൽ പുറത്തിറങ്ങിയ റിയൽമി 15-നേക്കാൾ ഒരു പ്രധാന അപ്ഡേറ്റ് കൂടി ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. ഉയർന്ന IP റേറ്റിംഗും വലിയ കൂളിംഗ് ഏരിയയും സംയോജിപ്പിച്ച് പീക്ക് പ്രകടനത്തേക്കാൾ ദീർഘകാല ഈടുതലും സ്ഥിരതയുള്ള ദൈനംദിന ഉപയോഗത്തിനും ഇത് വ്യക്തമായി കൂടുതൽ ട്യൂൺ ചെയ്തിരിക്കുന്നു. നിങ്ങൾ റിയൽമി 16 5G വാങ്ങണോ? സ്പെക്ക് ഷീറ്റുകൾ മാത്രം നോക്കിയാൽ റിയൽമി 15 ഇപ്പോഴും കൂടുതൽ ആവേശകരമായ ഫോണായി കാണപ്പെടുന്നു. വേഗതയേറിയ ഡിമെൻസിറ്റി 7300 പ്ലസ് സിലിക്കൺ, 144 Hz പാനൽ, OIS, ഒരു അൾട്രാവൈഡ് ക്യാമറ, സമാനമായ വില ബാൻഡുകളിൽ 80 വാട്ട് ചാർജിംഗ്. റിയൽമി 16 5G പകരം മെലിഞ്ഞതും ഭാരം കുറഞ്ഞതുമായ ചേസിസ്.
ഉയർന്ന IP66, IP68, IP69, IP69 സംരക്ഷണം, സ്റ്റീരിയോ സ്പീക്കറുകൾ. അതേ 7000 mAh ബാറ്ററി നിലനിർത്തിക്കൊണ്ട് സെൽഫി മിറർ എന്നിവ വാഗ്ദാനം ചെയ്യുന്നു. അതിനാൽ ബാറ്ററി ലൈഫ് ഈട്. അസംസ്കൃത പ്രകടനത്തെയോ ക്യാമറ വൈവിധ്യത്തെയോക്കാൾ കൂടുതൽ ഒതുക്കമുള്ള ഇൻ ഹാൻഡ് ഫീൽ എന്നിവ വിലമതിക്കുന്ന ഒരാൾക്ക് ഇത് കൂടുതൽ യുക്തിസഹമാണ്. നിങ്ങൾ ഒരു പഴയ ബജറ്റ് ഫോണിൽ നിന്നാണ് വരുന്നതെങ്കിൽ, കുറച്ചു ദിവസം സുഖകരമായി നിലനിൽക്കുന്ന, മഴയെയും അതിജീവിക്കുന്ന, പകൽ സമയത്തെ നല്ല ഫോട്ടോകൾ എടുക്കുന്ന എന്തെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ റിയൽമി 16 5G ഒരു ന്യായമായ ഓപ്ഷനായി തോന്നുന്നു. നിങ്ങൾ ഇതിനകം റിയൽമി 15 ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ ഗെയിമിംഗ് പ്രകടനം, അൾട്രാവൈഡ് ഫോട്ടോഗ്രാഫി, അല്ലെങ്കിൽ ഏറ്റവും വേഗതയേറിയ ചാർജിംഗ് എന്നിവയിൽ വളരെയധികം ശ്രദ്ധാലുവാണെങ്കിൽ, പഴയ ഫോൺ അല്ലെങ്കിൽ മോട്ടറോള എഡ്ജ് 70 ഫ്യൂഷൻ അല്ലെങ്കിൽ റെഡ്മി നോട്ട് 15 പ്രോ പോലുള്ള മറ്റ് എതിരാളികളായിരിക്കും മികച്ച തിരഞ്ഞെടുപ്പ്.